നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം രാസക്രീഡാ രംഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം പറഞ്ഞു വെച്ചു. ഗോപികൾ കൃഷ്ണനോട് കൂടിയിട്ട് രാസലീല ഒരു തവണ ചെയ്തു. അപ്പോൾ സ്വന്തമാണ് എന്ന് എല്ലാവരും ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചു. എനിക്ക് എൻ്റെ കൃഷ്ണനെ കിട്ടി എന്ന സൗഭാഗ്യമതം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മറഞ്ഞുപോയി. ഭഗവാൻ മറഞ്ഞപ്പോൾ ഭഗവാനെ അന്വേഷിക്കുന്നതായിട്ടുള്ള രംഗത്തിലാണ് നമ്മൾ നിർത്തിയത്. എല്ലാ ഗോപികളും ഭഗവാനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാറ്റിലും ഗോപികൾ കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ തൊട്ടത്, കൃഷ്ണൻ്റെ ശ്വാസോച്ഛ്വാസം, കൃഷ്ണൻ്റേതായിട്ടുള്ള പലതും ഓരോരുത്തരും സ്വീകരിച്ചതിനെ സ്മരിച്ചു. അതായത് വ്യക്തികളല്ല, ഈ സസ്യജാലങ്ങളോ പ്രാണിവർഗങ്ങളോ തിര്യക് ജാതികളോ പശുപക്ഷി മൃഗാദികൾ സ്വീകരിച്ചതിനെ അവർ ഓർത്തു. അവരോടൊക്കെ ചോദിച്ചു, കൃഷ്ണനെ കണ്ടുവോ? ഭൂമിയോടും ചോദിച്ചു, വരാഹരൂപിയായിട്ട് അങ്ങയെ രക്ഷിച്ചതായിട്ടുള്ള ആ കൃഷ്ണനെ കണ്ടുവോ? ഭൂമി വാമനമൂർത്തിയായിട്ട് മൊത്തം അളന്നു. അപ്പോൾ കോരിത്തെരിപ്പുണ്ടായിട്ടുണ്ട്. ആ ഭൂമിയോട് കൃഷ്ണനെ കണ്ടുവോ? ഇങ്ങനെ ഓരോരോ രംഗങ്ങളെയും ഓർത്തുകൊണ്ട് അവർ പലതും അഭിനയിക്കാൻ തുടങ്ങി. കൃഷ്ണൻ ചെയ്ത പൂതനാമോക്ഷം മുതൽ ഈ ഗോവർദ്ധനോദ്ധാരണം വരെ അവർ അഭിനയിച്ചു. കൃഷ്ണനെ അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഉള്ളിലുണ്ട്. കൃഷ്ണൻ്റെ ഈ സാന്നിധ്യം പുറത്തുമുണ്ട്. പക്ഷേ കൃഷ്ണനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനെയാണ് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഒരു ഗോപികയെ കൃഷ്ണൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗോപികയെ കൃഷ്ണൻ ഏറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ആൽത്തറയിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടെ കൃഷ്ണൻ ദാസ്യപ്പണി ചെയ്തിട്ടുണ്ട്. ആ ഗോപിക്ക് വേണ്ടിയിട്ട് മുടി കോതി കൊടുക്കുക, മുല്ലപ്പൂവ് ചൂടിച്ചു കൊടുക്കുക തുടങ്ങിയതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഗോപിയുടെ ഒരു ഭാഗ്യം എന്നിങ്ങനെ ആലോചിച്ചു അവർ, തങ്ങൾക്കത് കിട്ടിയില്ലല്ലോ, എന്നാലും ആ ഗോപിക്കെങ്കിലും കിട്ടിയല്ലോ എന്ന രീതിയിലാണ്. അവിടെ അസൂയല്ല, കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, വിരഹേ ഉള്ളൂ, മറ്റേ ഇല്ല. ആ ഗോപിയെ അങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് അതായത് ഗോപികമാർ ഒരു സംഘമാണ്. രാധാഗോപി അവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്ക് ഒരേ താതാത്മ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഇപ്പോൾ ആ ഗോപിയിൽ നിന്നും മറിഞ്ഞിറക്കണം കൃഷ്ണൻ. ആ രാധാഗോപി പറയാണ്, ഞാൻ കൃഷ്ണൻ എൻ്റെ സ്വന്തമായി എന്ന് വിചാരിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി, ഞങ്ങളും അതിൻ്റെയാണ് പറ്റിയത് അബദ്ധം. ഞാൻ ആ കൃഷ്ണനെ കൊണ്ട് ഇതാ മുടി ചീക ഒക്കെ ഉണ്ടാക്കി, അതേപോലെ തന്നെ ഈ മുല്ലപ്പൂവ് ചൂടിക്കുക അതൊക്കെ ഉണ്ടായി. പിന്നെ ഇനി നടക്കണച്ചാൽ എനിക്ക് നടക്കാൻ വയ്യാട്ടോ, എന്നെ ഏറ്റിക്കോളൂ. അങ്ങനെ കൃഷ്ണൻ്റെ തോളത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാൻ കാല് പൊക്കിയപ്പോഴാണ് പിന്നെ കൃഷ്ണനെ കണ്ടിട്ടില്ല. നമുക്കിനി ഒരുമിച്ചിരുന്ന് കൃഷ്ണനെ വിളിച്ച് കരയുക, അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല കേട്ടോ. ഈ രാധ എന്ത് പറഞ്ഞാലും ഗോപികൾക്ക് വേറെ ഒരു ചിന്ത പോലും ഇല്ല. വേദവാക്യ കൃഷ്ണൻ എങ്ങനെയാണോ ഗോപന്മാർക്കും ഗോപികൾക്കൊക്കെ ഒരേപോലെ, കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ അപ്പുറമില്ല എന്ന കൂട്ടത്തിലാവണത് അതേപോലെയാണ്. രാധയുടെ വാക്കും അങ്ങനെ ഒരു മട്ട. അപ്പോൾ രാധ പറഞ്ഞു, എൻ്റെ വിഷമത്തെ ഞാൻ എങ്ങനെ അനുഭവിച്ച ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ അന്വേഷിക്കുകയാണ്. കൃഷ്ണ ഞങ്ങൾക്ക് മുന്നിൽ വരൂ എന്ന് പറയുകയാണ്. അത് രാധയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പറയുന്നത് രാധയാണെന്ന് മാത്രമേ ഉള്ളൂ. ഹാ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ
ദാസ്യാസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം. വേറൊന്നും അവർക്ക് ആഗ്രഹമില്ല. ഇവിടെ ഭ്രമരഗീതത്തില് ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. അവിടെ അങ്ങനെയാണ് യാചിക്കുന്നത്. ഇവിടെ ഗോപികാവല്ലഭ കൃഷ്ണ ഹരേ വിഭോ നാരീവിരഹമാം ദുഃഖങ്ങൾ തീർക്കണേ. ഗോപീമനം കട്ട ശ്രീപദേ യാദവ ഗോകുലനാഥനാം ഗോവിന്ദ സുന്ദര. ഗോക്കളെ മേയ്ക്കുന്ന ഗോപികൾ ഞങ്ങളെ ഗോലോക കൃഷ്ണ സ്വധാമത്തിലേറ്റണേ. ഏതൊക്കെ തരത്തിലാണ് ആ ഗോപികളുടെ ദുഃഖം, വിരഹദുഃഖം കൃഷ്ണനെ അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പൊട്ടിക്കരഞ്ഞുപോയി ദുഃഖത്തിനാധിയാൽ എൻ്റെ പ്രിയ സഖേ കാമുക മാധവ. എങ്ങോ മറഞ്ഞെൻ്റെ പ്രാണനാഥ പദേ എൻ ഹൃത്തു പൊട്ടിച്ചു പോകല്ലേ വല്ലഭ. എങ്ങനെ കൃഷ്ണ വിരഹം സഹിപ്പതും ദാസി ഗോപിക്കു ദർശനം നൽകണേ എന്നു ചൊല്ലി ബോധം കെട്ടു പിടഞ്ഞുപോയി. അപ്പോഴേക്കും മറ്റു ഗോപികളെത്തവേ. ഭഗവാനെ ശരിക്കും നഷ്ടപ്പെട്ടു എന്നുള്ളത് ഭഗവാന് ബോധ്യമാവാൻ ഇനി വേറെ ഒരു യാചനയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അവർ പിന്നീട് പറഞ്ഞത് മുഴുവൻ കൃഷ്ണൻ ഗോപികൾക്ക്, ഗോപന്മാർക്ക് അല്ലെങ്കിൽ ഗോകുലത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും അത് ഒരു നന്ദി പറച്ചിൽ പോലെ. മാത്രമല്ല, ഞങ്ങൾക്ക് ആ ഭഗവാനെ നഷ്ടപ്പെട്ടുവല്ലോ. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ഗോകുലത്തിൽ എത്രയാണ് ഐശ്വര്യമുണ്ടായതെന്ന് ചോദിച്ചാൽ ജനനം മുതൽ ഇതുവരെ ഞങ്ങളത് അനുഭവിച്ചു വരിക. സമ്പത്തിനൊരു കുറവുണ്ടായിട്ടില്ല. അങ്ങ് ഇവിടെ എപ്പോഴാണോ അവതാരം സ്വീകരിച്ചത്, സകലസ്വരൂപനായിട്ട് വന്നത്, അന്ന് തൊട്ട് പാവങ്ങളായിട്ട് ഞങ്ങളുടെ ഇടയിൽ അതിസമ്പത്തും കൂടിയുണ്ട്. ഞങ്ങൾ അവിടുത്തെ ദാസികൾ അങ്ങയെ കാണാതെ കരയുന്നത് കണ്ടിട്ടും എന്തിനാണ് ദർശനം തരാതെ കണ്ട് മാറി നിൽക്കുന്നത്? ഞങ്ങളോട് കനിഞ്ഞൂടെ? ഞങ്ങളിൽ കനിവ് കാണിക്കണേ. ചെന്താമരയെ തോൽപ്പിക്കുന്നതായിട്ടുള്ള കണ്ണ്, കാരുണ്യ നോട്ടം, നിഷ്കാമദാസികളായിട്ടുള്ള ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ഞങ്ങളെ കൊല്ലുന്നതിന് സമമാണ് എന്ന് അങ്ങയ്ക്ക് അറിയാലോ. എന്തിനാ ഈ ആനന്ദം തരാൻ ഇത്ര വൈമനസ്യം കാണിക്കുന്നത്? ഞങ്ങളെ മരിക്കാൻ വേണ്ടിയാണോ? ഞങ്ങൾ മരിക്കണമെന്ന് അങ്ങയ്ക്ക് ആഗ്രഹമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കാളിയ വിഷം വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ മുഴുവൻ ജീവിപ്പിച്ചു. അങ്ങ് കാളിയനെ ഇവിടെ നിന്ന് ഓടിക്കാണ്ടായത് അത് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഭഗവാൻ തന്നെയാണ് ഒരുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അഘാസുരൻ കുട്ടികളെ വിഴുങ്ങിയപ്പോൾ അവരെയൊക്കെ ഒരു നോട്ടം കൊണ്ട് വീണ്ടും ജീവിപ്പിച്ചു. ഇന്ദ്രൻ്റെ അതിഘോരമായിട്ടുള്ള മഴയിൽ നിന്ന് ഈ ഗോവർദ്ധനത്തെ കുട പോലെ ചൂടിയിട്ട് ഞങ്ങളെ രക്ഷിച്ചു. 2 തവണ കാട്ടുതീയിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെയൊക്കെ രക്ഷിച്ചു. അരിഷ്ടൻ എന്ന കാള വന്നു കഴിഞ്ഞപ്പോൾ, കേശി എന്നുള്ള കുതിര വന്നപ്പോൾ, പ്രലംബൻ ഒരു അസുരൻ ഗോപന്മാരുടെ കൂട്ടത്തിലൊരാളായിട്ട് വന്നപ്പോൾ, വ്യോമാസുരൻ വന്നപ്പോൾ, ഇങ്ങനെ പലതരത്തിലും ഞങ്ങൾ ആപത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്നത് എന്നതൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. പൂതനായാലും ബഗനായാലും അഘനായാലും വത്സാസുരനായാലും തൃണാവർത്തന ശകടാസുരൻ, എത്ര അസുരന്മാരാ വന്നിട്ട്
ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങയെ കൊല്ലാനാണോ വന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും അവർ അങ്ങയാൽ വധിക്കപ്പെട്ടു, ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഞങ്ങൾക്ക് ദർശനം തരാതെ കണ്ടിങ്ങനെ മാറി നിൽക്കുന്നത്? അവിടുന്ന് വെറും ഗോപനല്ല, അത് ഞങ്ങൾക്കറിയാം. ഭഗവാനാണ്, അന്തര്യാമിയായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, യാദവനായിട്ട് ഭൂമിയിൽ ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഗോകുലത്തിൽ വന്ന് ജനിക്കും, ഇത് ദേവരഹസ്യമാണ്, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ. ഈ സംസാരം തീരാനുള്ള ഒരു ഉപായമായിട്ടാണ് അങ്ങ് ചെയ്തതായിട്ടുള്ള ലീലകളെ സ്മരിക്കുക എന്നത്. എല്ലാ സുഖങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരും അങ്ങയെ ഈ ലീലകളെ സ്മരിച്ചു കഴിഞ്ഞാൽ. ലക്ഷ്മിയുടെ കൈ പിടിച്ച അങ്ങയുടെ അതിമനോഹരമായിട്ടുള്ള ആ കൈകൾ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ശിരസിലും വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ദുഃഖം തീർക്കണേ. ഈ അഹങ്കാരം വന്നിട്ടുണ്ട് എങ്കിൽ അത് കളയണേ. ഞങ്ങൾക്ക് അഹങ്കാരം വന്നിട്ടില്ല, അങ്ങ് ഞങ്ങളുടെ ആണല്ലോ, പിന്നെന്താ വേറെ ഒന്ന് ചിന്തിക്കാനുള്ളത്? വെറുതെ ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി, ആ താമരമുഖം ഒന്ന് കണ്ടാൽ മതി. താമരക്കണ്ണനായിട്ടുള്ള അങ്ങയെ നിങ്ങൾക്ക് എത്ര കണ്ടാലും പോരാ. അങ്ങയെ നമസ്കരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പാപം തീർക്കുന്നതായിട്ടുള്ള അങ്ങ് ഞങ്ങൾ ഇത്രയും കൂടുതൽ അങ്ങയെ ആശ്രയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കുന്നത്? കാളിയൻ്റെ ശിരസിൽ നൃത്തം വെച്ച് കഴിഞ്ഞപ്പോൾ ആ പാദസ്പർശം കൊണ്ട് കാളിയൻ ശുദ്ധനായി. അതേപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ വക്ഷസ്സിൽ അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ എത്രത്തോളം മഥനം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ചവിട്ടി മെതിക്കണമെന്നാ. എന്നാലേ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ അഹങ്കാരങ്ങൾ തീരുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ട് എന്ന് അങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീരുള്ളൂ എന്ന്, അല്ലാണ്ട് ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടായിട്ടല്ല. അങ്ങനെ ഒരു മനോമലം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തീർത്തു തരണേ. അങ്ങയുടെ വാക്ക് വേദമാണ്, അത് അതിമധുരമാണ്, മനോഹരമാണ്. ഈ ഓടക്കുഴൽ വിളിയുടെ ഈ വാക്കിൻ്റെ അർത്ഥം, അത് വാക്കല്ലല്ലോ, ഒരു നാദല്ലേ, അതിൻ്റെ അർത്ഥം പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ ആകൃഷ്ടരാണ്. അതേപോലെ തന്നെ അങ്ങയുടെ ഉപദേശങ്ങൾ മുഴുവൻ വിദ്വാൻമാർക്കേ അറിയുള്ളൂ. ഞങ്ങൾക്കൊരു പഠിപ്പൂല, ഞങ്ങൾ ദാസികളല്ലേ. അതുകൊണ്ട് ഈശ്വരാനുഭൂതി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, അതല്ലാണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങയുടെ ലീലകൾ അമൃതാണ്, വാക്ക് കാതിന് അമൃതാണ്, മനസ്സിൻ്റെ മലങ്ങൾ മുഴുവൻ എല്ലാ ചീത്ത വാസനകളും ഇല്ലാണ്ടാക്കുന്നതാണ്, സംസാരം കടത്തുന്നതാണ്. ജ്ഞാനികൾ അങ്ങയുടെ ഓരോ ചെയ്തികളും കീർത്തിക്കുന്നതാണ്. അത് കേട്ടാൽ മതി, എല്ലാ ഐശ്വര്യവും മംഗളവും വരും, അതേപോലെ പാപം നശിക്കും. കഥ പാടാൻ കഴിയുന്നവരെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഞങ്ങൾക്ക് അതിനൊന്നുമുള്ള കഴിവില്ല. ഭഗവാനെ, അങ്ങ് ഈ സ്നേഹം തരുന്നതായിട്ടുള്ള അങ്ങയുടെ ഓരോ ഞങ്ങളോടുള്ള പെരുമാറ്റവും അത് കരിങ്കല്ലായിട്ടുള്ള ഹൃദയം പോലും അറിയാവുന്ന രീതിയിലാണ് ഭഗവാന്റെ ഈ ഞങ്ങളോടുള്ള പെരുമാറ്റം. ഞങ്ങൾ അല്ലെങ്കിലേ വെണ്ണയാണ്. അപ്പോൾ ആ വെണ്ണയെ ഇങ്ങനെ കരയിക്കരുത് കേട്ടോ. അങ്ങേക്കറിയാലോ, അങ്ങ് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ നേരത്തെ എല്ലാ പണിയും കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാതെ കണ്ട് വെളിച്ചാണതിൻ്റെ മുന്നേ ഞങ്ങൾ അങ്ങയുടെ ഗൃഹത്തിലെത്തുന്നുണ്ട്. അങ്ങ് പോകുന്നത് നോക്കിയിട്ട് പിന്നെ അങ്ങ് വരുന്ന സമയത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് അങ്ങയെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ട് മതിയാവണില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ രാത്രി അങ്ങയെ വന്നിട്ട് ആശ്രയിച്ചത്. ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ്. കാരണം അങ്ങയുടെ ഈ താമരക്കാരികൾ കല്ലിലോ മുള്ളിലോ അല്ലെങ്കിൽ ഒക്കെ തട്ടിയിട്ട്, കല്ലുമ്പിലൊക്കെ തട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ വേദനയ്ക്കുകയോ മുറിയൊക്കെ ചെയ്തു വെച്ചാലോ, തിരിച്ചു വരുമ്പോൾ ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം, ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുന്നതായിട്ടുള്ള ഞങ്ങളതിനെ സൂക്ഷിച്ച് നോക്കുക. തലമുടിയിൽ നിറച്ച ചുവന്ന മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഈ പശുക്കുളമ്പെന്ന് വന്നിട്ടുള്ള ആ മണ്ണ്. അതിങ്ങനെ വിയർത്ത് നീല താമര മുഖമായി ഉണ്ടാവും. നല്ല നീല മുടിയാണ്, അതിങ്ങനെ നിറച്ച് ചുവപ്പ് ആയി ഉണ്ടാവും, നല്ല ഭംഗി. ആ സമയത്ത് അസ്തമന സൂര്യൻ്റെ പ്രകാശം അതിലുണ്ടാവും, ഒരു ചുവപ്പ് നിറം.
അങ്ങയുടെ വിയർപ്പും ഈ ക്ഷീണാവസ്ഥയും കണ്ടാൽ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ കണ്ട് വിഷമിക്കുകയും ചെയ്യും. അങ്ങയെ കണ്ടതിലുള്ള സന്തോഷം അത് എത്ര ആനന്ദം തരുന്നത് വെച്ചാൽ അറിയൂല. ഏതൊരു ഭക്തനായാലും ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ സർവ്വ അഭിലാഷവും നടത്തി കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, ബ്രഹ്മാവായാലും ലക്ഷ്മി ആയാലും ശിവനായാലും മറ്റ് ഇന്ദ്രൻ തൊട്ടുള്ള ദേവകളായാലും അങ്ങയെ പൂജിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങയുടെ ഈ അവതാരം ഭൂമിക്ക് ഒരു അലങ്കാരമാണ്. എപ്പോഴാണോ ആപത്ത് വരുന്നത് അപ്പോഴൊക്കെ കൃഷ്ണനെ ധ്യാനിക്കുക, മംഗളമൂർത്തിയെ ധ്യാനിക്കുക. ആ മംഗളമൂർത്തിയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ തിങ്ങി വിങ്ങിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണനെ ഇങ്ങനെ ഞങ്ങൾ സ്മരിച്ചിട്ടും എന്തുകൊണ്ടാണ് മറഞ്ഞു നിൽക്കുന്നത്? ഈ പരമാനന്ദത്തെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് തരാത്തത്? ഈ ദുഃഖത്തെ എന്തിനാ അങ്ങനെ തരണത്? ഈ ഓടക്കുഴൽ വിളി കേട്ടിട്ടല്ലേ ഞങ്ങൾ വന്നത്? എല്ലാ മോഹങ്ങളും ഞങ്ങൾ മറക്കണം. ഞങ്ങൾക്ക് ശരീരബോധം ഇല്ല. ആ അത്ഭുതഗാനത്തെ വീണ്ടും ഒന്ന് പ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്ക് കേൾപ്പിക്കണേ. കൃഷ്ണ വരൂ. പകല് പശുക്കളെ മേയ്ക്കും, ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ഈ ഉണ്ണിയെ ഒന്ന് കാണാൻ പറ്റുക. കാരണം അത്രയും കൂടുതൽ ഗോപികളുണ്ട്. എത്ര നേരം നിന്നാലും കുറച്ചേ കാണാൻ കിട്ടുള്ളൂ. അത്രയ്ക്കുള്ള സമയം കിട്ടുള്ളൂ. രാവിലെ ആയാലും അതെ, വൈകുന്നേരം ആയാലും അതെ. അതെ, അപ്പം അതുകൊണ്ട് ആ സമയത്താണ് ഈ ഇങ്ങനെ വെട്ടുക. അന്ന് ബ്രഹ്മാവിനെ ശപിച്ചിട്ടുണ്ട്, നിമിയെ ശപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകെ കുറച്ചേരെ കാണാൻ കിട്ടും. ആ സമയത്താണ് കണ്ണടയണത്. അപ്പോൾ ആ ഒരു നിമിഷം പോലും അവർക്ക് കൃഷ്ണനെ കാണാണ്ട് വയ്യ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണോ എന്നതാണ് ചോദ്യം. ഭർത്താവിനെ ഭഗവാനായിട്ട് കാണണം, ഭഗവാനെ ഭർത്താവായിട്ട് കാണാലോ, അതല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാനെ ഞങ്ങൾ ഭർത്താവായിട്ടല്ലേ കണ്ടിരിക്കണം. ജാരബുദ്ധിയ വന്നോളാനാണ് മറ്റേ ഭഗവാന്റെ ആശീർവാദം, അനുഗ്രഹം. അപ്പം ഞങ്ങൾ ബന്ധുക്കളെയൊക്കെ ഇട്ടിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അതും രാത്രി എല്ലാം വിട്ട് വന്ന് ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അങ്ങയെ ആശ്രയിക്കുന്ന, സംസാരം കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള മുനിമാരോ നിസ്വാർത്ഥ ഭക്തന്മാരോ ഇനി അങ്ങയിലേക്ക് വരുമോ? അങ്ങയുടെ അടുത്തേക്ക് വരുമോ? അപ്പോൾ എല്ലാ വിഷമങ്ങളും തീരും, മനസ്സിന് സുഖം കിട്ടും. ഇത് കണക്കാക്കിക്കൊണ്ടല്ലേ ഞങ്ങൾ വരണത്. ഈ വേണുഗാനം കേട്ട് മയങ്ങിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. എല്ലാ പാപങ്ങളും നശിപ്പിക്കും ആ വേണുഗാനം എന്നുള്ള അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കാട്ടിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് എവിടേക്കാണ് പോയത്? അത് ശരിയാണോ കൃഷ്ണ? ഞങ്ങളെ ഏകാന്തത്തിൽ വന്നിട്ട് അന്ന് പറഞ്ഞില്ലേ രാത്രിയിൽ വന്നോളൂ, നിങ്ങൾക്ക് ഞാൻ വേണ്ടത് തന്നോളാം എന്നൊക്കെ വന്ന് അന്ന് പറഞ്ഞില്ലേ കാത്യായനി പൂജാ സമയത്ത്? അങ്ങയെ കാണാനും ആ ചെറിയൊന്ന് കാണാനും ഞങ്ങളെ ഒന്ന് നോക്കാനും ഞങ്ങൾക്ക് മുഴുവനായിട്ട് ആവാഹിക്കാനും ഞങ്ങൾക്ക് ആലിംഗനം ചെയ്യാനും ഞങ്ങൾ ഭഗവാന്റെ മുഖത്തെ കണ്ടുകൊണ്ട്, തൃപ്പാദത്തെ കണ്ടുകൊണ്ട് സ്വപ്നം കണ്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. എങ്കിലും അത് തന്നെയാണ് ദിവാസ്വപ്നമായാലും ശരി, രാത്രി ആയാലും ശരി. ഇങ്ങനെ അങ്ങയെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ എന്തിനാ അങ്ങ് ഇങ്ങനെ വിഷമിപ്പിക്കണത്? ഞങ്ങൾക്ക് ദർശനം തരൂ. അങ്ങയുടെ അവതാരം പോലും എല്ലാവരുടെയും ദുഃഖം ഇല്ലാണ്ടാക്കാനല്ലേ. അപ്പം മംഗളം ചെയ്യേണ്ട അങ്ങ് ഞങ്ങളെ രക്ഷിക്കണതിന് പകരം ഇങ്ങനെ വിരഹം തന്നിട്ട് ശിക്ഷിക്കണോ? സ്നേഹം കൊണ്ട് മനസ്സ് അലിഞ്ഞു പോയിരിക്കണ്ട ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ അത് വിരഹം കൊണ്ട് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഈ ബന്ധുവിരഹം അത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ദർശനം തരണേ. അവിടെ ബന്ധുവിരഹം എന്ന് ഉദ്ദേശിച്ചത് കൃഷ്ണനാണ് ആപൽ ബാന്ധവൻ, ആ നിലയ്ക്കാണ്. അപ്പോൾ ആ ഒരേ ഒരു ബന്ധമേ ഇവർക്കുള്ളൂ, അല്ലാണ്ട് അച്ഛനും അമ്മയും കുട്ടിയും മക്കളും അതൊന്നുമില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനും ഞങ്ങളും ഭക്തന്മാരും തമ്മിലുള്ള ഈ വിരഹത്തെ അങ്ങ് ദർശനം തന്നുകൊണ്ട് പരിഹരിക്കണേ. ഭഗവാനെ, അങ്ങയുടെ ഈ തൃപ്പാദങ്ങൾ വളരെ മൃദുവാണ്. ഞങ്ങളെ മറച്ച് നടക്കുമ്പോൾ കല്ലിലോ മുള്ളിലോ പുല്ലിലോ ഒക്കെ തട്ടിയിട്ട് കാല് മുറിയില്ലേ? അങ്ങ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ മറിഞ്ഞു നിൽക്കുകയാണ്. ഏത് മരത്തിൻ്റെ മുകളിലാണാവോ, ഏത് മരത്തിൻ്റെ താഴെയാണാവോ, ഗുഹയിലാണാവോ, വള്ളിക്കൊടലിലാണാവോ, മുൾച്ചെടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കാല് മുറിയില്ലേ, വേദനിക്കില്ലേ? അത് ഞങ്ങളുടെ കാല് മുറിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഭഗവാന്റെ കാല് മുറിഞ്ഞാൽ വയ്യ. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയമാണ് മുറിയുക. അങ്ങയുടെ കാല് മുറിഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയമാണ് മുറിയുക. അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളെ വേദനിപ്പിക്കാതെ കണ്ട് വേഗം തന്നെ ദർശനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രത്യേകം പ്രാർത്ഥിച്ചു കേട്ടോ. ആ ഗോപികൾ കരഞ്ഞു പാടി.
ദുഃഖസംഗീതം. ഇങ്ങനെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാങ്കൽ അങ്ങോട്ട് ലയിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗോപികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റേതായിട്ടുള്ള മുഴുവൻ സൗന്ദര്യത്തെയും ആ ഗോപികുമാരന് മുമ്പിൽ സുന്ദരനായിക്കൊണ്ട്, ശ്യാമള മോഹനനായിക്കൊണ്ട് ഈ വിരഹദുഃഖത്തെ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് കൂരാക്കൂരിരുട്ടത്ത് ചന്ദ്രൻ ഉദിച്ച പോലെ, അല്ലെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ച പോലെ കൃഷ്ണൻ അവിടെ വരികയാണ്. കൃഷ്ണൻ വന്നതോട് കൂടിയിട്ട് ഭക്തിയുടെ തീവ്രത അത് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അതിമധുരമായിട്ടുള്ള ഈ പാട്ട്, ആ ഗാനവിലാപം മാത്രം ആലോചിച്ചുകൊണ്ട് കൃഷ്ണനെ മാത്രം സ്മരിച്ചുകൊണ്ട് അവർക്ക് ഇനി ഒരു വേർപെടലില്ല. ആ രീതിയിലുള്ള ഒരു ദർശനം ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ അതികോമളനായിട്ട് ദർശനം കൊടുത്തു. മഞ്ഞപ്പട്ടുകൊടുത്ത് വനമാല ധരിച്ച് കാമദേവനെ പോലും നാണിപ്പിക്കുന്നതായിട്ടുള്ള സൗന്ദര്യത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യ നോട്ടത്തോടു കൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് കണ്ടു. അപ്പം അവർ നല്ലോണം ഭഗവാനെ കണ്ടു കേട്ടോ. എല്ലാ അർത്ഥത്തിലും ഭഗവാനെ കണ്ടു. വേണുഗോപാല സ്വരൂപത്തെ കണ്ടു. തലമുടി ഇങ്ങനെ നല്ലോണം കെട്ടിവെച്ച് അതിൻ്റെ മീതൊരു മയിൽപ്പീലി ചൂടിയിട്ടുണ്ട്. 2 മയിൽപ്പീലി ഇങ്ങനെ ഇരട്ട മയിൽപ്പീലി ആയിട്ടാണ് ചൂടാ കൃഷ്ണൻ. അതിൽ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പട്ടത്തിൽ മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാല പോലെ തന്നെ ചാർത്തിയിട്ടുണ്ട്. അതിസുന്ദരമായിട്ടുള്ളൊരു മുഖം, വിരിഞ്ഞതായിട്ടുള്ള നെറ്റി ചെരിഞ്ഞിങ്ങനെ കിടക്കുന്നു. അതിൽ ഗോപിക്കുറിയുണ്ട്. ആ നീലവർണ്ണം, അതിൽ ഈ വെളുത്ത ഗോപിക്കുറി, അത് എന്തൊരു ഭംഗിയാണ്, അത് എന്തൊരു ഉദിപ്പ. ഒരു സൂര്യൻ അവിടെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ചന്ദ്രൻ, പൗർണമി ചന്ദ്രൻ നിൽക്കുന്ന പോലെ. നക്ഷത്രങ്ങൾക്കൊന്നും പിന്നെ ഒരു പ്രഭയില്ല. നീണ്ടതായിട്ടുള്ള ആ പുരികം, അത് അതീവ ഭംഗി. ഒരു നീല നിറത്തിലുള്ള ആ രോമരാജികൾ, അതേപോലെ കൺപീലികൾ, അത് രണ്ടും കൂടിയിട്ട് മത്സരിക്കുന്നുണ്ടോ. നീളമുള്ളതായിട്ടുള്ള കണ്ണ്, ചുവപ്പ് കണ്ണാണ് ഭഗവാന്റെ. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം. ഉയർന്ന് തടിച്ച് കൂർത്ത് അതിബൃഹത്തായിട്ടുള്ള ഈ മൂക്ക്, നീണ്ട് കൂർത്ത് തടിച്ച് വലിയ ഗുഹ പോലെ കാണുന്നതായിട്ടുള്ള ഈ മൂക്ക്, അതിൽ ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ടതായിട്ടുള്ള മുഴുവൻ പ്രാണോർജവും കൊടുക്കുന്നുണ്ടോ ഭഗവാൻ? അഥവാ കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുകയാണോ? നമ്മൾ അകത്തേക്ക് പ്രാണോർജത്തെ അകത്തേക്ക് വലിക്കണോ, ചീത്ത വായുവിനെയാണ് പുറത്തേക്ക് വിടുക. ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ടതായിട്ടുള്ള മുഴുവൻ പ്രാണവായുവിനെയും ഭഗവാനിൽ നിന്നും പുറത്തേക്ക് വിടുക. അതിമനോഹരമായിട്ടുള്ള ആ പുഞ്ചിരി, ലോഭവും ലജ്ജയും. ചുണ്ടുകളെ കണ്ടാൽ മതി, സകലതും തീരും. അതിമിനുസമായിട്ടുള്ള കവിള്, അതിൽ നടുക്കിലോരോ കുഴി. അതിൻ്റെ മിനുസം കാരണം കൊണ്ട് ഈ ചെവിയിലുള്ളതായിട്ടുള്ള മകരമത്സ്യത്തിൻ്റെ ആകൃതിയുള്ള ആഭരണം, മകരകുണ്ടലം, അതിലുള്ള രത്നങ്ങൾ, അത് അതീവ ശോഭയോട് കൂടിയിട്ടിരിക്കണം. ഭഗവാന്റെ മുല്ലപ്പൂവും മുട്ടിൻ്റെ പോലെയുള്ള പല്ലുകൾ, അതേപോലെ ഓരോന്നും എത്രയാണ് സൗന്ദര്യം ചോദിച്ചാൽ അറിയില്ല. തടിച്ച കഴുത്ത്, ശംഖ് കഴുത്ത് പോലെ ഇങ്ങനെ കാണുക. എന്തും താങ്ങാൻ പറ്റുന്നതായിട്ടുള്ള തോളല്ലേ, തോൾ ഭാഗം. അതേപോലെ അതിഭംഗിയായിട്ടുള്ള മാർവിടം, അതിൽ ലക്ഷ്മി വിരാജിക്കുന്നു. ശ്രീവത്സം എന്നുള്ള മറുക് കാണുന്നു, ഭൃഗുവിൻ്റെ പാദം. കണ്ഠത്തിലെ കൗസ്തുഭം എന്ന ആ രത്നമുണ്ട്. അനവധി രത്നമാലകൾ, സ്വർണ്ണമാലകളൊക്കെ ചാർത്തിയിട്ട് അതീവ ഭംഗി. വനമാല ഒന്നിച്ച് ചാർത്തിയിട്ടുണ്ട്. എല്ലാ ഋതുക്കളുടെയും മാലകൾ, പൂക്കൾ കോർത്തതായിട്ടുള്ള വനമാല. അതിൽ വണ്ടുകളിങ്ങനെ ഓങ്കാരം ചൊല്ലിക്കൊണ്ട് അതിലത്തെ തേനിങ്ങനെ കുടിക്കുന്നുണ്ട്. ലക്ഷ്മി അതെല്ലാം അങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ഗോപികുമാരുടെ ഒപ്പം നിൽക്കാൻ പറ്റിയ അതിനോട്ട് പറ്റുന്നില്ല. ലക്ഷ്മിക്ക് ദുഃഖമാണ് കുറച്ച്.
തുളസി അപ്പോൾ ഒപ്പമുണ്ട്. ഈ വനമാലയിൽ തുളസി ഉണ്ട് ഒപ്പം. അവർ രണ്ടുപേരും കൂടിയിട്ട് ഭഗവാനെ മത്സരിച്ചിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശീതളിമ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വിരിഞ്ഞതായിട്ടുള്ള മാറ്, അതിൽ പൂണുനൂലിങ്ങനെ കാണാനുണ്ട്. അതേപോലെ മഞ്ഞപ്പെട്ട് ആ ഉദരഭാഗം, വയറിൽ 3 വലികളോട് കൂടിയിട്ടുള്ള രോമരാജികൾ, ഇതിങ്ങനെ അടുക്കും ചിട്ടയായിട്ട് ഇങ്ങനെ പടുത്തു വെച്ചതാരാ എന്ന് തോന്നും. നല്ലൊരു പൊന്നിൻ്റെ അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്. അതിൽ രത്നങ്ങളിങ്ങനെ ശോഭിക്കുന്നു. അത് പ്രപഞ്ചം മുഴുവനും പ്രകാശിപ്പിക്കാനാണോ ഈ വിവിധങ്ങളായിട്ടുള്ള രത്നങ്ങൾ? 1008 തരം രത്നങ്ങളുണ്ട്. നമ്മൾ നവരത്നങ്ങളെ കണക്കാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 18 രത്നങ്ങളെ നമുക്കറിയുള്ളൂ. ഓരോ രത്നത്തിൻ്റെയും ശോഭ എത്രയാണ്? ഈ മഴവില്ലിൻ്റെ 7 നിറം മാത്രമേ നമുക്കറിയുള്ളൂ. 1000കണക്കിന് നിറത്തിലുള്ള രത്നങ്ങൾ. അത് കിരീടത്തിലായാലും ഉണ്ട്, മാലയിലായാലും ഉണ്ട്, പൊന്നരഞ്ഞാണത്തിലായാലും ഉണ്ട്, മകരകുണ്ടലത്തിലായാലും ഉണ്ട്, കടകം, വള, മോതിരം, തോൾവള, ഇങ്ങനെ പല പല ആഭരണങ്ങളുണ്ട്. അതിലൊക്കെയും ഈ രത്നങ്ങൾ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുക. അത് പ്രപഞ്ചം മുഴുവൻ വിവിധ തരങ്ങളായിട്ടുള്ള നിറങ്ങൾ, ഇപ്പോൾ സസ്യജാലങ്ങൾക്ക് പച്ചയുണ്ട്, മറ്റു നിറങ്ങളും കൊടുക്കാറുണ്ട്. അത് മുഴുവൻ ഭഗവാൻ കൊടുക്കുന്നതാണ്. മണ്ണിൻ്റെ നിറം കൊടുക്കുന്നത് ഈ പ്രകാശത്തിൽ നിന്നാണ്, രത്നങ്ങളുടെ ശോഭയിൽ നിന്നാണ്. ആ മഞ്ഞപ്പെട്ട് ഉദരം പ്രപഞ്ചത്തെ മുഴുവൻ, അതിൽ പർവ്വതങ്ങളുണ്ട്, സമുദ്രമുണ്ട്, നദിയുണ്ട്. ഈ ഭൂമി മുഴുവൻ ആ ഉദരഭാഗത്ത് ഇങ്ങനെ കാണുന്നു. 14 ലോകങ്ങളെയും കാണാനുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രോമരാജിയിലും ഓരോ ബ്രഹ്മാണ്ടത്തിലെ കാണാനുണ്ട്. എത്രത്തോളം നമ്മളെ വശീകരിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ജഘനപ്രദേശം, അതേപോലെ ഊരുക്കൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണോ ഭഗവാൻ മഞ്ഞപ്പെട്ടോട്ട് മറച്ചത് അറിയില്ല. താഴെ കാൽമുട്ടുകൾ, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനുള്ള ഓരോരോ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ ഓരോ ഉപായ, അതൊക്കെ ഓരോ മുത്തുകളായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആവലാതി പറയുന്നവരാണ്. സന്താനം തരൂ, ധനം തരൂ, വിദ്യ തരൂ, സൗന്ദര്യം തരൂ, രോഗം മാറ്റി തരൂ, ബന്ധുബലം തരൂ, അധികാരം തരൂ, എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുക, നമുക്കറിയില്ല. അത് മുഴുവൻ ഒളിപ്പിച്ചു വെച്ചുള്ള മുട്ടുകളാണ്. ആ ചെപ്പ്, അതൊരു ചെപ്പാണ്, നിറച്ച് മുത്തുകളാണ്. കോടി 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 മുത്തുകളുണ്ടായില്ലേ. കാരണം നമ്മൾ എത്ര കോടിയുണ്ടോ അത്രയും കോടികൾക്ക് കോടി ആവശ്യങ്ങളാണ് ഉള്ളത്. അത് മുഴുവൻ അവിടെ തീരാത്ത രീതിയിലാണ്. ഒരു ധനികൻ്റെ അടുത്ത് പോയിട്ട് ഇത്തിരി ധനം വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങളായിട്ട് ഇങ്ങനെ തരുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഓരോ മുത്തായിട്ട് തരും. അത് തീരെ അങ്ങനെ ഇല്ല. അതിനെ ഒക്കെ താങ്ങുന്നതായിട്ടുള്ള കണങ്കാല്, അതീവ സൗന്ദര്യം. അത് ആ കാലിനൊരു പ്രത്യേകത ഉണ്ട് അത്രേ. കാലിപ്പോൾ നമ്മൾ ഈ ഊരുക്കളിൽ നിന്ന് ഈ പുറവടി വരെ ഒരു വടി വയ്ക്കുകയാണെങ്കിൽ, ഒരു സ്കെയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ എല്ലാ ഭാഗവും ആ വടിയിൽ തൊടുമോ? ഭഗവാന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആ വടിയെ തൊട്ടിരിക്കും. അതാണ് ഭഗവാന്റെ ആ സൗന്ദര്യം. സൗന്ദര്യം എന്നുള്ളത് മെഷർമെൻറ്റും കൂടിയാണ്, അളവ്, അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയും കുഴികളോ ഒന്നും കാണില്ല. മുട്ടിൻ്റെ താഴെ നമ്മുടെ അകത്തേക്കൊരു വലിവുണ്ട്, അതും കൂടി അതില്ല കൃഷ്ണന്. ഭഗവാന്റെ സ്വരൂപത്തിന് അതില്ല. അതിമനോഹരമായിട്ടുള്ള ഞെരിയാണി, അതേപോലെ തന്നെ ഈ പുറവടി, ആമയുടെ പുറവടി പോലെയാണ്, ആമയുടെ പുറന്തോട് പോലെയാണ് ഈ പുറവടി. ഇനി അതിൽ എത്ര വലിയ പാതകങ്ങൾ ചെയ്തിട്ടുള്ള ഹാമറിങ് ആയാലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ പാതകങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ഭഗവാനെ പ്രഹരിക്കുന്ന രീതിയിലാണ് എന്നാണ്. സാത്വികതയെ നശിപ്പിക്കുന്നത് മുഴുവൻ ഭഗവാനെ അടിക്കുന്ന രീതിയിലാണ്.
ആ അടി മുഴുവൻ താങ്ങുന്നത് ഈ പുറവടിയിലാണ്. നമ്മൾ നമ്മുടെ ശത്രുവിനെയാണ് കൊല്ലുക. വെട്ടലായാലും ശരി, ഗത കൊണ്ടടിക്കലായാലും ശരി, വിഷം കൊടുക്കലായാലും ശരി, ഇതൊക്കെ പ്രഹരങ്ങളാണ്. വാക്കുകളാകുന്ന ഏറ്റവും മോശമായിട്ടുള്ള കുറ്റം പറച്ചിലുകൾ, ഇല്ലായ്മ, നുണ പറഞ്ഞുകൊണ്ടേ അതിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, ഇങ്ങനെയുള്ള പലതും ഭഗവാനെ പ്രഹരിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ ആവലാദികൾ, അത് മുഴുവൻ ഈ പുറവടിയുടെ താഴെ ഭാഗത്ത് വന്ന് ചേരും. എനിക്കത് തരൂ, എനിക്കിത് തരൂ എന്ന് മുട്ടുകളിലോട് ചോദിച്ച പോലെ തന്നെ, എന്തിനായി എനിക്കിത് തന്നത്, എന്നെ ഇങ്ങനെ രോഗിയാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ, എന്നെ ഇങ്ങനെ ദരിദ്രനാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ എന്ന് അവലാദികൾ പറയുന്ന സ്വഭാവം, അത് മുഴുവൻ ഭഗവാന്റെ നഖങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നഖങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ പൗർണമി ചന്ദ്രൻ്റെ നിറത്തോടു കൂടിയ ഈ നഖങ്ങൾ, അത് ശീതളിമയായിട്ട് പുറമേക്ക് വരിക. ആ രശ്മികൾ ഈ അവലാദികളെ മുഴുവൻ തീർത്തും നശിപ്പിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ഇനി അവലാദി ഇല്ല. ഭഗവാനെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും വീഴുന്നതായിട്ടുള്ള ഈ കണ്ണുനീര്, ആനന്ദ കണ്ണീരായാലും വേണ്ടില്ല, ദുഃഖം ആയിട്ടുള്ള കണ്ണുനീരായാലും വേണ്ടില്ല, അത് മുഴുവൻ ഭഗവാൻ സ്വീകരിക്കുകയാണ്. അത് മുഴുവൻ ഭഗവാൻ വറ്റിക്കുകയാണ് ഈ ശീതളിമ കൊണ്ട്. സാധാരണ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് വെള്ളം വറ്റുക, ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് വെള്ളം വറ്റില്ല. ഇവിടെ ദുഃഖക്കണ്ണീര് മുഴുവൻ ഇല്ലാണ്ടേക്കും, ആനന്ദ കണ്ണീരും ഇല്ലാണ്ടേക്കും. അവിടെയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കാരണം ഇത് രണ്ടും ഇല്ലാണ്ടായി സീറോ ആയാലേ മുക്തിയുള്ളൂ. മുക്തിക്കുള്ള ഉപായമായിട്ടാണ് ഭഗവാനെ നമസ്കരിക്കുന്നത്. ആ ഭഗവാന്റെ നമസ്കാരം സ്വീകരിക്കുന്നത് ഈ നഖ ശീതളിമയാണ്. അവിടെ ചൂടുമില്ല, തണുപ്പുമില്ല, AC ആണ്. സർവകാല സുഖാവഹം ആണ്. ലയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ രൂപത്തെ ഗോപികമാര് കാണുകയാണ്. എങ്ങനെ കണ്ടു, എത്ര കണ്ടു എന്ന് ചോദിക്കരുത്. അത്രയും കൂടുതൽ അവർ അതിനെ സ്വീകരിച്ചു, കണ്ടു. ഭഗവാന്റെ ഈ 19 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ അടിയിലുള്ള 19 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാന്റെ തൃപ്പാദത്തിൽ പാദചിഹ്നങ്ങൾ വേദത്തിൽ പറഞ്ഞതാണ്. ചക്രം, കൊടി, താമര, വജ്രം, അങ്കുശം, യവം, പിന്നെ ഒരു നേർവര, കുട, 4 സ്വസ്തികം, 4 ബിന്ദു, 4 ഞാവൽപ്പഴം, അഷ്ടകോൺ, ഇങ്ങനെ 11 അടയാളങ്ങൾ വലത്തെ കാലിൽ. ഇടത്തെ കാലിൽ ശംഖ്, 2 വട്ടം, ഒരു വില്ല്, ത്രികോണം, 4 ജലകുംഭം, പിന്നെ ചന്ദ്രക്കല, മത്സ്യം, 2 ത്രികോണം, ഇങ്ങനെ 8 അടയാളങ്ങൾ. അതേപോലെ തന്നെ രാധയുടെ കാലിൻ്റെ അടയാളങ്ങളും പറയുന്നുണ്ട്. യവം, ചക്രം, കുട, വള, നേർരേഖ, താമര, കൊടി, വിരിഞ്ഞ പൂക്കളുള്ളതായിട്ടുള്ള വള്ളി, പിന്നെ തോട്ടി, ചന്ദ്രക്കല, ഇങ്ങനെ 11 അടയാളം ഇടത്തെ കാലിൽ. വലത്തെ കാലിൽ ശംഖ്, ശൂലം, യാഗപീഠം, യോഗപീഠം, കമ്മല്, കുന്തം, ഒരു പർവ്വതം, രഥം, മത്സ്യം, ഇങ്ങനെ 8 അടയാളങ്ങൾ രാധയുടെ ആ കാലിലുമുണ്ട്. ഇങ്ങനെ ഭഗവാനെ എത്രത്തോളമാണോ കണ്ട് ആനന്ദിക്കുന്നത്, അതിസുന്ദരമായിട്ടുള്ള രൂപമാണ്. ദർശനാൽ യസ്യ സാലോക്യം സാമീപ്യം സ്പർശനാൽ തഥാ സാരൂപ്യം സ്നാനതോ യാതി സായുജ്യം തന്നിവാസതാം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ദർശനാൽ യസ്യ സാലോക്യം, ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സാലോക്യമാണ് കിട്ടുക. മുക്തികളിൽ 4 ഭാവങ്ങളാണ്. ഭഗവാനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് സാമീപ്യമാണ്.
ജ്ഞാനം കൊണ്ട് ഭഗവാനെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അത് സാരൂപ്യമാണ്. സ്നാനാദികൾ, നമ്മൾ ഭഗവാന്റെ പാദതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, ഗംഗയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ സാരൂപ്യമാണ്. ഭഗവാന്റെ കൂടെ വസിച്ചു കഴിഞ്ഞാൽ സായുജ്യമാണ്. എവിടെ വസിക്കണം? ഇപ്പോൾ ഈ ഗോപികമാർ കൃഷ്ണൻ്റെ ഒപ്പമാണ് വസിക്കുന്നത്. അപ്പോൾ അവർക്ക് സായുജ്യമാണ് ഭഗവാൻ കൊടുത്തത്. എങ്ങനെ സായുജ്യം? അവർക്ക് വേർപ്പെടലില്ല. ഗോപികാചന്ദനം ഈ ഗോപികളുടെ ശരീരമാണ് എന്നാണ് പറയുക. അപ്പോൾ അതിനെ അങ്ങോട്ട് കാണുകയാണ്. ഇങ്ങനെ കണ്ട് ഭഗവാനെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചു. അവർ പ്രാണൻ തിരികെ കിട്ടിയ പോലെ സന്തോഷത്തോടു കൂടിയിട്ട് കെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു എല്ലാവരും. കാരണം മണത്തിട്ടൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ ഈ മേൽമുണ്ട് അതങ്ങോട്ട് വിരിച്ചിട്ട് അതിലിരിക്കുകയാണ് കൃഷ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ പാടിയത്. ഗോപികാഗീതം എന്ന ആ പാട്ടുകൾ പാടിയത് അങ്ങനെയാണ്. ആ ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണോ, എല്ലാവർക്കും കൃഷ്ണനെ കിട്ടണം. അപ്പോൾ ഒരു കൃഷ്ണൻ പോരാ, എല്ലാവർക്കും ഓരോരോ കൃഷ്ണനെ കിട്ടണം. അപ്പോൾ ഓരോരുത്തരും അതേപോലെ തന്നെ ഒരാൾ കൃഷ്ണൻ്റെ തോളിൽ കൈ വെച്ചു, ചില ആൾക്കാർ മുഖത്ത് കൈ വെച്ചു, പിന്നെ തൊടാതെ കണ്ട് മാറി നിന്നുകൊണ്ട് നോക്കി, തൊട്ടടുത്ത് ചെന്നിട്ടേ തൊടാതെ കണ്ട് ഇങ്ങനെ നോക്കി, ഞാൻ കൃഷ്ണനെ തൊടില്ല, ആർക്ക് വേണം ഈ കൃഷ്ണനെ, ഇങ്ങനത്തെ കൃഷ്ണൻ എനിക്ക് വേണ്ട, നീ അഥവാ കൃഷ്ണൻ പോയെങ്കിലോ വിചാരിച്ചിട്ട് തടുത്ത് നിർത്തിയിട്ടാണ് പറയണത്, ആർക്ക് വേണം ഈ കൃഷ്ണനെ, നീ കൃഷ്ണൻ പിന്തിരിഞ്ഞോടിയെങ്കിലോ വിചാരിച്ചിട്ടാണോ വെച്ചല്ല. ഏതായാലും നോട്ടം അങ്ങനെ ഒരു രീതിയിലാണ്. പൂവച്ച കടന്നു പിടിക്കും, ഉറപ്പാ. അങ്ങനെ സന്തോഷത്തെ ഏതൊക്കെ രീതിയിൽ പ്രകടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. പലതും ചെയ്തു പലരും. അങ്ങനെ കാളിന്തി തീരത്തെ ഈ മണത്തട്ടിലേക്ക് കൃഷ്ണനെ കൈ പിടിച്ച് കൊണ്ടുവന്നു. ഉത്തരയും വിരിച്ചിട്ട് പ്രത്യേകമായിട്ടൊരു പീഠമുണ്ടാക്കി കൊടുത്ത് കൃഷ്ണ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. യോഗികളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാൻ ത്രിലോകസുന്ദരനായിട്ട് ഗോപികളുടെ മനസ്സിൽ, ഗോപികൾ കൊടുത്തതായിട്ടുള്ള ഈ ഇരിപ്പിടത്തിൽ, ഗോപികളുടെ ഹൃദയത്തിൽ, ഗോപികളുടെ ശിരസിൽ, ഗോപികളിൽ അംഗപ്രത്യംഗം മുഴുവൻ ഈ കൃഷ്ണൻ അങ്ങോട്ട് ഇരുന്നത് ഉത്തരീയത്തിലാണ്. പക്ഷെ ഇരുത്തിയത് അവരവരിൽ തന്നെയാണ് പൂർണ്ണമായിട്ട്. നമ്മളെ കീഴടക്കുക ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി, ശരീരം മുഴുവൻ അതിൽപ്പെടും. അപ്പം അതുകൊണ്ട് ഗോപികളിൽ ഇരുന്നു ഭഗവാന്റെ കാല് മടിയിൽ വെച്ച് ചിലർ തലോടി. എന്നിട്ട് ഗോപികളെ പലതും ചെയ്തുവല്ലോ, ചോദിക്കുകയാണ്, ഭഗവാനെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ഉത്തരവും പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കരച്ചിലും വിരിച്ചിലൊക്കെ കഴിഞ്ഞോട്ടെ. അതിന് ശേഷമാണ് ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല. ഇതിലേതാ നല്ലത്? കൃഷ്ണ ഇതിലേതിലാ വിടുക? ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുന്നത് സർവ്വസാധാരണമാണ്. അത് ഒരു തരം പറഞ്ഞാൽ സ്വാർത്ഥാണ്. ബന്ധുക്കൾ തമ്മിൽ അങ്ങനെയല്ലേ പതിവ്? കാമുകന്മാരും കാമുകിമാരും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ കഷ്ടി തന്നെയാണ്. ഇന്നത്തെ കാലത്തട്ടോ, പണ്ടത്തെ കാലമല്ല. ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കും. പതിവ്രതകൾ അങ്ങനെയാണ്. അതൊരു കരുണാഭാവമാണ്, സാത്വിക ഗുണമാണ്. അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കില്ല. അങ്ങനെ ചില കൂട്ടരുണ്ട്. അത് രണ്ട് തരക്കാരുണ്ട് എന്നാ. ജ്ഞാനികൾ ദ്വന്ദ്വം കടന്നവർ മഹാഗുരുക്കന്മാരുണ്ട്. അപ്പം നമ്മൾ ചിലരെയൊക്കെ ചെന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ പുറം നോക്കില്ലേ. കാരണം അവർക്കത് വിഷയമല്ല. അവർക്ക് നമ്മൾ നമസ്കരിക്കുന്നതിൻ്റെ കാര്യം അവർക്കറിയാം. എനിക്കത് തരൂ, എനിക്കിത് തരൂ. ബാക്കിയുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ട്, അത് ഇല്ലാണ്ടേക്കൂ. അപ്പോൾ ഈ ഗുരുക്കന്മാർ അത് ചോദിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടല്ല, അവർ തിരിഞ്ഞ പുറം നോക്കില്ല. അതേപോലെ തന്നെ മറ്റൊരു വകുപ്പാണ് ഒരു നന്ദി ഇല്ലാത്തവർ. ഇങ്ങനെ വന്ന് പിടിച്ച് പറിച്ച് വാങ്ങിപ്പോവും.
എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയില്ല. അങ്ങനത്തോരും ഈ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും കാര്യമില്ല, ഇങ്ങോട്ട് സ്നേഹിക്കില്ല. ഞാൻ പക്ഷേ ഗോപികളെ ഇതിലൊന്നും പെടില്ല കേട്ടോ. എനിക്ക് ശുദ്ധസത്വം എന്നുള്ളൊരു സ്വഭാവമാണുള്ളത്, ശുദ്ധ സാത്വികത. അപ്പോൾ എല്ലാ ഭക്തനെയും ഞാൻ ഈ സാത്വികത കൊണ്ട് പരീക്ഷിക്കാറുണ്ട്. ഭക്തിയുണ്ടോ, യഥാർത്ഥത്തിലുള്ള ഭക്തിയാണോ, എന്നിലെത്താനുള്ള അർഹതയുണ്ടോ, എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ. ഇതുകൊണ്ട് മാത്രം എന്നിലെത്തൂല. ഉറക്കത്തിൽ പോലും കൃഷ്ണൻ സ്വപ്നമായിട്ട് വരണമെന്നാ. എല്ലാം ഉപേക്ഷിക്കുന്നവര് എന്നെ മാത്രം സ്വീകരിക്കുന്നവരായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഹേതുകി അവ്യവഹിത അജസ്രം അനന്യശരണാഗതി ആത്മനിവേദനം പരഹിതാർത്ഥം സമഭാവന സമചിത്തത സമർപ്പണം, എല്ലാവരിലും ഭഗവാനെ കാണല്, ഭഗവാനിൽ എല്ലാവരും ഉണ്ട് എന്നറിയല്, ഞാനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസമില്ല എന്നുള്ള തോന്നല്, ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നിർഗുണഭക്തി, നിഷ്കാമഭക്തി, നിഷ്കളങ്ക ഭക്തി, നിസ്വനായിട്ട് ജീവിക്കല്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്നിലെത്താൻ സാധിക്കുള്ളൂ. അവരെ മാത്രമേ ഞാൻ ഇങ്ങനെ കരുതാറുള്ളൂ. അവരാണ് നിങ്ങൾ. യോഗികളേക്കാൾ മീതെയാണ് ഗോപികളുടെ സ്ഥാനമെന്ന്, ലക്ഷ്മിയേക്കാൾ മീതെയാണ് ഗോപികളുടെ സ്ഥാനമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. മഹാപണ്ഡിതന്മാർ പോലും ഗോപികളെ നമസ്കരിക്കുന്നു. ഭഗവാന് തുല്യനായിട്ടുള്ള ഈ ഉദ്ധവൻ പോലും വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നമസ്കരിക്കുന്നതാണ് ഗോപികളെ. അക്കാരണം ആ ഗോപികളാണ് ഈ കൃഷ്ണനെ കണ്ടപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചതേ. അവരാണ് ചോദിച്ചത് ഇങ്ങനൊരു ചോദ്യേ. അപ്പം ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ ആവണം? നിങ്ങളെ ഈ പ്രപഞ്ചം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം, എത്ര പ്രളയം അതിൻ്റെ ഇടയ്ക്ക് വന്നാലും നിങ്ങളെ ആരും മറക്കില്ല. വൃന്ദാവനത്തെ മറക്കില്ല, എന്നെ മറക്കില്ല, ഗോപികളെ മറക്കില്ല. നിങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. എൻ്റെ കൂടെ രാസലീല ചെയ്യുന്ന ഇനി ശിവനെയും ഒരാളും മറക്കില്ല, കാശി മറക്കില്ല, രാമനാമം മറക്കില്ല, സീതയെ മറക്കില്ല. ശിവപാർവതിമാര് രാമനാമത്തിൻ്റെ അർത്ഥത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ കാരണം? മുക്തിക്ക് അർഹത വേണമെങ്കിൽ രമിപ്പിക്കുക എന്ന ഭാവം വേണം. അതുകൊണ്ട് നിങ്ങൾ അവരാൽ പൂജിതരാണ്. ശിവൻ നിങ്ങളെ പൂജിക്കണം. ആ നിങ്ങൾക്ക് മാത്രമേ എന്നിലേക്ക് എത്താനുള്ള അർഹതയുള്ളൂ. അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മാറി നിന്നത്. അപ്പോൾ എന്നോട് പരിഭവമുണ്ടോ? ഇനി എന്നോട് പരിഭവിക്കണ്ട കേട്ടോ. ബന്ധുത വിട്ട് എന്നെ ആശ്രയിച്ച നിങ്ങൾക്ക് എന്നും ഞാൻ ബന്ധുവായിട്ട് തന്നെ പ്രത്യുപകാരം ചെയ്യാൻ അശക്തനാണ്. ആ ഭാവത്തിലാണ് കേട്ടോ ഞാനിരിക്കുന്നത്. ഗോപികൾ കൃഷ്ണന്റെ മീതയാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രാധാശാപം വന്ന് രാധയ്ക്ക് ശാപം മുറ്റി 100 കൊല്ലത്തെ വിരഹമാണ് സുധാമാവിൻ്റെ വക. ആരും അറിയാതെ കണ്ട് എല്ലാ മാസവും ഒരു ദിവസം രാധയും കൃഷ്ണനുമായിട്ട് സംഗമിക്കുന്നുണ്ട്. ഈ 100 കൊല്ലവും അതിന് സുധാമാവിന് ആക്ഷേപമില്ല. ഇനി അങ്ങനെ ഭക്തിയുടെ പരമകാഷ്ഠയെ നമുക്ക് കാണിച്ചു തരുന്ന ഒരേ ഒരു ഭക്ത വിഭാഗമാണ് ഗോപികള്. ആ ഗോപികളെ അനുഗ്രഹിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്നതും നിങ്ങളെ അനുഗ്രഹിക്കാനാണ്. ഇനി അവർ തമ്മിലുള്ള സംവാദങ്ങൾ ക്രമേണയായിട്ട് എഴുന്നേറ്റ് ചുവടുവെപ്പുകളായി സ്വീകരിക്കലായി യോഗിയായിട്ടുള്ള കൃഷ്ണൻ മാറി നിന്നുകൊണ്ട് എല്ലാവർക്കും ഓരോരോ കൃഷ്ണനായിട്ട്, 2 കൃഷ്ണനായിട്ട്, എത്ര കൃഷ്ണ വേണോ അവർക്ക് അത്രയും കൃഷ്ണനെ മുമ്പിലും ആലിംഗനം ചെയ്യണം, പിന്നിലും ആലിംഗനം ചെയ്യണം, 4 പുറത്തും ആലിംഗനം ചെയ്യണം, ഏറ്റി നടക്കണം. എന്തൊക്കെയാ വേണ്ട അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണനെയും ഏറ്റും കൃഷ്ണനും ഏറ്റും. ഒരു മടിയില്ല. 2 ഗോപികൾക്ക് ഒരു കൃഷ്ണനായിട്ട് വട്ടം തിരിഞ്ഞുകൊണ്ട്, എന്നാൽ നമ്മൾ TV-യിലൊക്കെ കാണുന്ന പോലെ കോലൊക്കെ അടിച്ചുകൊണ്ട് ഉള്ള ആ നൃത്തത്തെ അതിഗംഭീരമായിട്ട് ചെയ്യാണ് കൃഷ്ണൻ. ദേവകളൊക്കെ ആ രംഗത്തെ കണ്ടു. ബ്രഹ്മാവ്, മറ്റേ ഋഷിമാര്, ശിവൻ, ദേവസ്ത്രീകള്, ഗന്ധർവന്മാര്, അപ്സരസുകള്, 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഗോപികള്,
സർവ്വജനങ്ങളും വേദങ്ങളെ തൊട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളാദി അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾ മുഴുവൻ അങ്ങനെയില്ല, സകലതും അവിടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ നൃത്തത്തെ കണ്ടു. നടരാജനായിട്ടുള്ള ശിവൻ അത്ഭുതമായി. അപ്സരസുകൾക്ക് ഇതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ലയിച്ചുപോയ നിശബ്ദം, ഒരു ചലനവും എവിടെയില്ല, സ്തബ്ധമായി പോയി. ഇവരുടെ കൃഷ്ണന്റെയും ഗോപികളുടെയും ചലനം ഒഴിച്ച് ബാക്കി യാതൊന്നുമില്ല. ഭഗവാന്റെ ആ അതീവ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടുകൊണ്ട് ബ്രഹ്മാവ് ഇങ്ങനെ ഇത് ഞാൻ കൊടുത്ത സൗന്ദര്യമല്ല എന്നുള്ള ഉറപ്പ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനെ സ്വീകരിക്കുന്നു. ഭഗവാന്റെ ലീലാവിശേഷങ്ങളെ സ്വീകരിക്കുന്നു. ഈ നൃത്തത്തെ തൻ്റെ വേദങ്ങൾ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഭഗവാൻ ബ്രഹ്മാവ് അതിനെ കാണുന്നു. മഹാദേവൻ മുക്തിദീപത്തിൽ ഈ പൂജാരഹസ്യങ്ങൾ പലതും പറഞ്ഞത് അതൊക്കെ ഈ രാസക്രീഡയിൽ കണ്ടു. പരിസരം മറന്നുപോയി, എല്ലാവരും മൂർച്ഛിച്ച് വീഴുക. ഗോപികൾ രാസനൃത്തം കൊണ്ട് മൂർച്ഛിച്ച് വീഴുന്നു, വീണ്ടും ഉണരുന്നു, കൃഷ്ണനെ വീണ്ടും സ്വീകരിക്കുന്നു. ഒരു കണ്ണാടി വെച്ച് അനവധി കണ്ണാടികൾ വെച്ചതായിട്ട് ഒരു മുറിയിലേക്ക് ഒരു അർഭക ശിശു കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയുടെ പരിഭ്രമം ഉണ്ടല്ലോ, അത് എല്ലാവരിലേക്കും ഈ രാസനൃത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എത്തി. ഗോപികളിലേക്കും പ്രവേശിച്ചു. പക്ഷേ ഗോപികൾ സ്വന്തമാണ്, ഗോപികൾക്കും സ്വന്തമാണ്. അവരതിനെ തലോടുകയാണോ, ഉമ്മ വയ്ക്കുകയാണോ, കൈ പിടിച്ച് കുലുക്കുകയാണോ, ഭംഗി നോക്കുകയാണോ, ആഭരണം വീക്ഷിക്കുകയാണോ, എല്ലാറ്റിലും കൗതുകം തോന്നിപ്പിക്കുന്ന രീതിയിൽ പലതും അവർ ചെയ്തു. കൃഷ്ണനെല്ലാം മാറി നിന്നുകൊണ്ട് ഇതിനെ പരമാവധി അനുഭവിപ്പിച്ചു കൊടുത്തു. ഒന്നേ കൃഷ്ണനുള്ളൂ, പക്ഷേ എല്ലാം കൃഷ്ണനാണ്. എല്ലാവർക്കും കൂടെ കൃഷ്ണനുണ്ട്. ഗോപികൾ ദേഹത്തെ മറന്നു, വസ്ത്രം കിഴിഞ്ഞുപോയി. സൂര്യചന്ദ്രാദികൾ, സൂര്യനും നക്ഷത്രങ്ങളും കൂടിയിട്ട് കണ്ണല് പതിവില്ല, ചന്ദ്രനും കൂടിയിട്ട് കണ്ണല് പതിവില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട് അവിടെ ആകാശത്ത്. അത്യത്ഭുതം, അത്രേ പറയാനുള്ളൂ. കൃഷ്ണൻ്റെ ലീലകൾ കഥയായിട്ട് നീട്ടി പാടുകയാണ്. പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഗാന ആലാപനങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും. ഈ ബ്രഹ്മാവിന് ഈ വേദം വ്യാഖ്യാനിക്കാൻ പറ്റാവുന്ന രീതിയിൽ കൃഷ്ണൻ്റെ കഥകളെ, ചെയ്തികളെ ഈ ഗോപികൾ പാടുന്നത്. അന്നത്തെ രാത്രിക്ക് നീളം കുറച്ച് കൂടിയോ? ആദ്യത്തെ രാസലീല അങ്ങനെയാണത്രേ. കുറച്ച് നീളം കൂടിയോ എന്നൊരു സംശയം. ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് എത്രയാണോ അത്രയും നീളം, ദൈർഘ്യമുണ്ടെന്ന് സാരം. മുഴുവൻ ആനന്ദിച്ചു എല്ലാവരും. അങ്ങനെ 4 കൊല്ലം 365 × 4 അത്രയും രാസക്രീഡ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേട്ടോ. എല്ലാവരും 2ഉം 3ഉം യാമം മുഴുവൻ രാസലീല നൃത്തം ചെയ്തുകൊണ്ട് ആനന്ദത്തെ സ്വയം അനുഭവിച്ചു, മറ്റുള്ളവർക്ക് കൊടുത്തു. രാസം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഈ രാസനൃത്തം അനുഭവിക്കുന്ന സമയത്ത് ഗോപന്മാര് അവരുടെ പത്നിമാരെ അവരുടെ അടുത്ത് അനുഭവിച്ചറിഞ്ഞു. പ്രത്യേകമായിട്ടുള്ളൊരു വാത്സല്യം അവരോട് തോന്നി. ഈ കൃഷ്ണ അനുഗ്രഹം, ഗോപികളുടെ കൃഷ്ണപ്രേമം അവരുറങ്ങുന്ന രീതിയിൽ ഭർത്താക്കന്മാർ അവരെ കൂടുതൽ ആനന്ദത്തോടു കൂടിയിട്ട് അനുഭവിക്കുകയാണ്. അങ്ങോട്ട് ആനന്ദം കൊടുക്കല്ല. സ്ത്രീകളെ ആലിംഗനം ചെയ്യുമ്പോൾ പുരുഷന്മാർ അങ്ങോട്ട് ആനന്ദത്തെ കൊടുക്കുക, ഇങ്ങോട്ട് ആനന്ദം കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ. ഇത് ഗോപികളിൽ നിന്ന് ഈ ഭർത്താക്കന്മാർ സ്വയമേവ ആനന്ദം അവരിൽ നിന്ന് സ്വീകരിക്കുക. കാരണം ഇവിടെ രാസലീല നടന്നുകൊണ്ടിരിക്കുക. അമ്മമാരുടെ സ്ഥാനത്തുള്ള മക്കളെന്താ ചെയ്യുക? മക്കൾ അമ്മയിൽ നിന്നും സ്തന്യത്തെ കുടിക്കുന്നു. ഈ ഗോപികമാർ പറഞ്ഞൊക്കെ അവിടെ സദ്യയാക്കി കൊടുത്തു. തള്ളപ്പശുക്കൾ അങ്ങനെയില്ല, ഒരു വ്യത്യാസമില്ല. മുഴുവൻ ഗോപിമാരുടെ വേർപാടുകൾ ആ ഗോകുലത്തിലുണ്ടായില്ല. ഇങ്ങനെയൊക്കെ വിസ്തരിച്ച് പറയുന്ന സമയത്ത് പരീക്ഷത്തിൽ ചോദിക്കുകയാണ്, ധർമ്മരക്ഷ അധർമ്മ ശിക്ഷ. അപ്പോൾ ഇവിടെ പരസ്ത്രീ സ്വീകാരം വന്നിട്ടുണ്ടോ, അങ്ങനെ വല്ലതും വരുമോ എന്ന്. അപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. അങ്ങനെ നിന്ദ്യമായിട്ട് തോന്നാൻ പാടില്ല പരീക്ഷത്തെ. കാരണം അഗ്നിയിൽ ഹവിസ് ഹോമിക്കും, ശവം ഹവിസാക്കിയിട്ട് അഗ്നിക്ക് നൽകും. അഗ്നിക്ക് സത്ത് എന്നോ അസത്ത് എന്നോ ഉണ്ടോ?
അഗ്നി എല്ലാം ദഹിപ്പിക്കില്ലേ? ഭഗവാന്റേതല്ലാത്തത് യാതൊന്നുമില്ല. ഭഗവാന് കക്കാൻ പറ്റില്ല, ഭഗവാൻ വ്യഭിചരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാന്റേതാണ് ഈ സർവം. അതുകൊണ്ട് ശരീരാഭിമാനമുള്ള നമുക്ക് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം. ഇനി അങ്ങനെ തോന്നരുത് കേട്ടോ. ലോകധർമ്മത്തിൽ കൃഷ്ണനെ കാണരുത്. ഭഗവാൻ പരമാത്മാവാണ്, അവിടെ മാനാഭിമാനങ്ങളില്ല. അവധൂതനാണ്. പക്ഷേ ഋഷഭദേവനെ പോലെ അവധൂത വേഷത്തിൽ സഞ്ചാരമില്ല, നിശ്ചലം ആണ്. അങ്ങനെയുള്ള ഈ ഭഗവാൻ അല്ലാതെ കണ്ട് വേറൊരാളും ചലിക്കണമില്ല. പരബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള മുഴുവൻ പരബ്രഹ്മമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ അതിൽ ഇപ്പം കാറ്റ് വന്നു പൊടി പറക്കണു വെച്ചാൽ പൊടിയല്ല പറക്കുന്നത്, സ്വയം പറക്കുന്നത്, കാറ്റ് ഇതിനെ പറപ്പിക്കുകയാണ്. ആ കാറ്റാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത പോലും പാടില്ല. ഗോവർദ്ധന പർവ്വതത്തെ ആർക്കെങ്കിലും പൊക്കാൻ പറ്റുമോ? ആർക്കും പൊക്കാൻ പറ്റില്ല. അങ്ങനെ പലതും എത്രയോ അസുരന്മാർ വന്നിട്ട് പലതും ചെയ്തില്ലേ? ആർക്കാ ചെയ്യാൻ കുട്ടിയെ പറ്റുക? ഇനിയും ഭഗവാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ്. പരീക്ഷത്തിൻ്റെ ജീവരക്ഷ പോലും ഉണ്ടായത് ഗർഭത്തിനുള്ളിൽ കടന്നിട്ടല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം പോലും പാടില്ല. അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ സമുദ്രം തന്നെയാണ്, നമ്മളൊക്കെ തിരമാലകളാണ്. നദീജലം ചേരുന്ന പോലെ നമ്മുടെ സ്വത്വം പോലും നീ കാണില്ല. സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് മാത്രമേ ഉള്ളൂ, ഭഗവാനില്ല. സച്ചിദാനന്ദ അവസ്ഥയാണ്. 7 വയസ്സേ ആയിട്ടുള്ള ഉണ്ണിക്ക് ആ സമയത്ത്. ഈ ഗോപികളാണ്, ചില മുത്തശ്ശിമാരുണ്ട്, ചെറിയ പിഞ്ചു കുട്ടികളുണ്ട്. ഈ കഥ ശ്രവിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗം മാറും, ഈ സംശയങ്ങളൊക്കെ തീരും. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കാതെ കണ്ട് മുഴുവനെ ആ ഭഗവാനെ സ്വീകരിച്ചോളൂ. ഈ ഗോപികമാരെ നമ്മുടേതായിട്ടുള്ള എന്തൊക്കെ നെഗറ്റിവിറ്റികളുണ്ടോ അത് മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് ഗോപികമാർ കൃഷ്ണനെ സ്വീകരിച്ചതായിട്ടുള്ള ഭാവത്തെ ആലിംഗനായാലും വേണ്ടില്ല, ചുംബിക്കലായാലും വേണ്ടില്ല, അതൊക്കെ നമ്മുടേതായിട്ടുള്ള നെഗറ്റിവിറ്റി മുഴുവൻ തീർക്കാൻ സ്മരിച്ചാൽ മതി. ഈ സ്മരണ കൊണ്ട് തന്നെ ഇല്ലാണ്ടാവും, ഹൃദ്രോഗം മാറും. ആ ഭഗവാനെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. ശ്രീ ശുഖബ്രഹ്മർഷി നമസ്കരിച്ചു. നമുക്കും അതേപോലെ തന്നെ ഈ ഗോപികളെയും ഈ ഭഗവാനെയും രാധാകൃഷ്ണാഭ്യാം നമോ നമ രാധേശ്യാം. അപ്പം അങ്ങനെയുള്ള രാധാകൃഷ്ണന്മാർ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോപീവല്ലഭൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസേദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. വേറെ ഒന്നും പറയാനില്ല. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ വേറൊന്നും പറയാനില്ല. നമ. ശ്രീ രാധാകൃഷ്ണാഭ്യാം നമോ നമ. ശ്രീ ഗോപീവല്ലഭാഭ്യാം നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണായ നമ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ശ്രീകൃഷ്ണ പരബ്രഹ്മണാർപ്പണമസ്തു. ഗുരുവായൂരപ്പ നാരായണ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാരായണ നാരായണ നാരായണ.